എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വീണ്ടും ആ ബാറ്റിൽ ഫീൽഡ് കാണിക്കുകയാണ്. അടുത്തതായിട്ട് മത്സരിക്കേണ്ടത് മറ്റാരുമല്ല, സാക്ഷാൽ മീറ്റ്സുകയും പൊറൂട്ടോയും. അവർ തമ്മിലുള്ള ബാറ്റിലാണ് അടുത്തത്. അവരുടെ പേര് വിളിച്ചിട്ട് ഇതിനോടകം ഒരുപാട് സമയം കഴിഞ്ഞു. നറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഷിക്കമരു ആണെങ്കിൽ നമുക്ക് അല്പസമയം കൂടെ അവർക്ക് അനുവദിക്കാമെന്ന് പറയും. അതിന് നറൂട്ടോ പറയും, ഓൾറെഡി ഒരുപാട് സമയമായി നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് നറൂട്ടോ പറയും. അത് കേൾക്കേണ്ട താമസം കൊനഹമാരു അവൻ നീട്ടി വിസിലടിച്ച് ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ രണ്ടുപേരും എക്സാമിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറയും. അവർ ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയിരിക്കുകയാണ്, ഇനി അവർ വന്നിട്ട് യാതൊരു കാര്യവുമില്ല. അത് കേട്ട് സാറുടെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തലയ്ക്ക് കൈ കൊടുക്കുകയാണ്. ഇനി അവസാനമായിട്ട് അവശേഷിക്കുന്നത് നാമിഡയുടെയും ഡെങ്കിയുടെയും ഫൈറ്റാണ്. വസാബി ആണെങ്കിൽ നാമിഡയെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ഈ ബാറ്റിൽ ജയിക്കാൻ കഴിയും. അതിനവളും ഓക്കെ പറഞ്ഞ് ഹായായിട്ട് മത്സരിക്കാൻ ബാറ്റിൽ ഫീൽഡ് നോക്കി അങ്ങനെ ഉഷാറായിട്ട് ഓടിപ്പോവും. ചെയ്താ ഇപ്പൊ ഡെങ്കിയെ കാണിക്കും. അവനാണെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അവന്റെ നിഞ്ച ടൂൾസിന്റെ ബോക്സ് അത് കയ്യിലെടുത്ത് റെഡി ആവുകയാണ്. ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ രണ്ടുപേരും വരാത്തതിൽ അവൻ ഒരുപാട് വിഷമമുണ്ട്. ഞാൻ അവൻ്റെ ടീംമേറ്റ്സിനോട് പറയും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ നന്നായിട്ട് മത്സരിച്ച് ഈ ഒരു മത്സരത്തിൽ വിജയിക്കും, എന്നെ കൊണ്ട് അതിന് കഴിയുമെന്ന് പറഞ്ഞ് അവനങ്ങനെ സ്റ്റൈലായിട്ട് പുറത്തേക്ക് നടന്നു പോകും. കട്ട് ചെയ്ത ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ രണ്ടുപേരും ഇപ്പൊ കറക്റ്റായിട്ട് ആ ബാറ്റിൽ പ്ലേസിലേക്ക് എത്തിയിരിക്കുകയാണ്. സാറുടെ ആണെങ്കിൽ അവരോട് പറയും, രണ്ടുപേരും ഇത്രയും സമയം എവിടെയായിരുന്നു, നിങ്ങളെ കാണാത്തതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അതിന് ബൊറൂട്ടോ പറയും, ഗ്രാമത്തിന് തന്നെ അപകടമാകുന്ന ഒരു വലിയ സിറ്റുവേഷൻ, അത് അടുക്കാനാണ് ഞങ്ങൾ പോയത്. ഉടനെ സാറുടെ ആണെങ്കിൽ ഒരുപാട് സാഡാവും. സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരുമായിരുന്നു പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ടത്. ഇത് കേട്ട് ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ രണ്ടുപേരും ഷോക്കായി പരസ്പരം നോക്കും. അടുത്ത നിമിഷം സുബാക്കിയുടെയും ഡെങ്കിയുടെയും പേര് അതങ്ങനെ വിളിച്ചു പറയുകയാണ്. സുബാക്കി ആണെങ്കിൽ ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് വരും. അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഡെങ്കി, അവനാണെങ്കിൽ ഒരു സ്യൂട്ട് പോലെ സയന്റിഫിക് നിഞ്ച ടൂൾസ് ഒക്കെ ബോഡിയിൽ സെറ്റ് ചെയ്ത് അവിടേക്ക് കടന്നു വരിക. ഷിക്കമരു ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ആക്ച്വലി സയന്റിഫിക് നിഞ്ച ടൂള് അത് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഡെങ്കിയുടെ ഓപ്പണന്റ് ആണെങ്കിൽ അവനോട് പറയും, നീ എന്തൊക്കെ ഉപയോഗിച്ചിട്ടും യാതൊരു കാര്യമില്ല, എൻ്റെ മുൻപിൽ എനിക്ക് ജയിക്കാൻ കഴിയില്ല. അതിന് ഡെങ്കി പറയും, ഷിനോബിയുടെ പവർ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കയ്യിലുള്ളത് ഈ സയന്റിഫിക് നിഞ്ച ടൂൾസ് ആണ്, ഇതുപയോഗിച്ച് എന്നെ കൊണ്ട് പറ്റും പോലെ ജയിക്കാൻ ഞാനും പരിശ്രമിക്കും. അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ആണെങ്കിൽ അവന്റെ സയന്റിഫിക് നിഞ്ച ടൂള് അതുപയോഗിച്ച് അവളുടെ എല്ലാ അറ്റാക്കിനെയും പ്രിവെന്റ് ചെയ്ത് തിരികെ അറ്റാക്ക് ചെയ്യാണ്. അവൾ എങ്ങനെയൊക്കെ മൂവ് ചെയ്യും, അവനെ അറ്റാക്ക് ചെയ്യുന്നൊക്കെ അവനാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഡിവൈസിലൂടെ കണ്ടുപിടിക്കുകയാണ്. കട്ട് ചെയ്ത ബൊറൂട്ടോ ആണെങ്കിൽ ഷോക്കായിട്ട് ആ ഒരു ബാറ്റിൽ നോക്കും. മുൻപും ഇതുപോലൊരുത്തൻ സയന്റിഫിക് ടൂൾസുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്ടർ കട്ടാസ്കി ആണെങ്കിൽ സാറുടെയും ബൊറൂട്ടോയുടെ ഇടയിലേക്ക് ചാടി വരും. അതിനുശേഷം ആ ഒരു സയന്റിഫിക് ടൂൾസിന്റെ ഓരോ സവിശേഷതകൾ അതങ്ങനെ എണ്ണി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവന് ലൈറ്റ്നിങ് പവറും തണ്ടറും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ സയന്റിഫിക് ടൂൾസ് അതുപയോഗിച്ച് ഈസി ആയിട്ട് അവനെ കൊണ്ട് അവളെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാനും കഴിയും. ഇവിടെ സുബാക്കി ആണെങ്കിൽ അവളുടെ സ്ക്വാഡ് ഉപയോഗിച്ച് പുറഞ്ച് അറ്റാക്ക് ചെയ്യും. പക്ഷേ അവൻ എല്ലാ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് മാറുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഡെങ്കി ആണെങ്കിൽ ഇവാബയോടും മെറ്റലിനോടും പറയും, ആക്ച്വലി ഞാൻ ഈ സയന്റിഫിക് ടൂൾസ് അതെല്ലാം റെഡിയാക്കിയത് ബൊറൂട്ടോയോടും ഇടയ്ക്ക് ഓപ്പോസിറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യാനാണ്. എനിക്ക് അത്രയധികം അവരോട് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതനുസരിച്ചുള്ള നിഞ്ച ടൂൾസാണ് ഞാനിതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവാബയാണെങ്കിൽ അവനോട് തീർത്ത് പറയും, എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, ഈ ബാറ്റിൽ നീ ജയിക്കണം. അതിനവനും ഓക്കെ പറഞ്ഞാണ് അവൻ മത്സരത്തിലേക്ക് എത്തിയത്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഡെങ്കി അവനാണെങ്കിൽ അവന്റെ ടൂൾസ് ഉപയോഗിച്ച് പവർ അത് ക്രിയേറ്റ് ചെയ്ത് അവൾക്ക് നേരെ പാഞ്ഞു വരികയാണ്. അതിനവളാണെങ്കിൽ സ്ക്വാഡ് ഉപയോഗിച്ച് ആഞ്ഞു വെട്ടി അവിടുന്ന് അങ്ങനെ തെന്നി മാറി ദൂരേക്ക് പോകും. ആണെങ്കിൽ അത് കണ്ട് പേടിക്കാണ്. ടീം 5 വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്, തീർച്ചയായിട്ടും നിന്നെ ഞാൻ തോൽപ്പിക്കും. ഡെങ്കി ആണെങ്കിൽ സ്റ്റൈലായിട്ട് ടൂളിൽ ചെറുതായി ലൈറ്റ്നിങ് പവറൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് സുബാക്കി ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഫ്ലാഷ് ബാക്കിൽ വസാബിയും നാമിഡയും അവർ രണ്ടുപേരും കാര്യമായിട്ട് പരസ്പരം ഡിസ്കസ് ചെയ്യും. ബാക്കി അവള് അവരുടെ ടീമിൽ നിന്ന് വിട്ടു പോകുന്നതിനെ ഓർത്ത് അവരങ്ങനെ പരസ്പരം വിഷമിക്കുകയാണ്. അവൾ ആ കാഴ്ച കണ്ട് ഒരുപാട് വിഷമത്തിൽ തിരികെ പോകും. കട്ട് ചെയ്ത അവൾ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ ഡെങ്കിയുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കട്ടാസ്കി ആണെങ്കിൽ നിർത്താതെ അവന്റെ ഓരോരോ നിഞ്ച ടൂൾസും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ആ സമയം ഡെങ്കി അവന്റെ ഒരു ടൂൾ ഉപയോഗിച്ച് കഴുത്ത് തന്നെ ലോക്ക് ചെയ്ത് ദൂരേക്ക് കൊണ്ടുപോയി ആഞ്ഞടിപ്പിക്കും. പക്ഷെ അവളാണെങ്കിൽ ആ അറ്റാക്കിൽ നിന്നും കറങ്ങി തിരിഞ്ഞ് അവനെ ആഞ്ഞടിക്കും. അവന്റെ പുറത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലും അതുപോലെ തന്നെ രണ്ട് സൈഡിലുള്ള നിഞ്ച ടൂൾസിലും അവൾ പുറഞ്ചം അടിച്ച് അത് തകർക്കുകയാണ്. ഡെങ്കിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവന്റെ നിഞ്ച ടൂൾസ് അതങ്ങനെ തകരാറിലായി അവൻ താഴേക്ക് വീഴുകയാണ്. അവൾക്കാണെങ്കിൽ
ആണെങ്കിൽ ദേഷ്യം കൂടിക്കൂടി വരും. അവൾ നിർത്താതെ അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അതിന് കട്ടാസ്കി ഡോക്ടർ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അവന്റെ ആ ഗ്ലാസ് സെൻസറാണ് ഉപയോഗിച്ചാണ് അവൻ കറക്റ്റ് ആയിട്ട് അവളുടെ മൂവ്മെന്റ്സ് ഇവാലുവേറ്റ് ചെയ്ത് അവളെ അറ്റാക്ക് ചെയ്തത്. പക്ഷേ അവള് ആ ഒരു സെൻസർ തന്നെ തകർത്ത് കളഞ്ഞെന്ന് പറയും. ഇവിടെ ഡെങ്കി ആണെങ്കിൽ പതിയെ എഴുന്നേക്കാണ്. അവന്റെ നിഞ്ച ടൂൾസ് ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് ഹീറ്റായി പുകയൊക്കെ വന്ന് പതിയെ വർക്കാവാൻ തുടങ്ങും. അത് കണ്ട് സുബാക്കി ആണെങ്കിൽ കളിയാക്കി ചിരിക്കും. നിന്റെ നിഞ്ച ടൂള് അതെല്ലാം തന്നെ എക്സ്പയർ ആയിരിക്കുകയാണ്. നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഞാൻ ഓൾറെഡി എന്റെ ഫ്രണ്ട്സിന് വാക്ക് കൊടുത്തതാണ്. തീർച്ചയായിട്ടും ഒരു ചൊനിയൻ ആവുമെന്ന്. നിന്നെ അടിച്ചു തോൽപ്പിച്ച് ആ ചൊനിയൻ പട്ടം അത് ഞാൻ നേടൂന്ന് പറഞ്ഞ് അവളാണെങ്കിൽ വീണ്ടും അവനെ അടിച്ചു കൊണ്ടേയിരിക്കും. ഡെങ്കിയുടെ ടീംമേറ്റ്സ് ആണെങ്കിൽ അവന് കട്ട സപ്പോർട്ട് കൊടുക്കും. അത് കേട്ട ഡെങ്കി ആണെങ്കിൽ അവന്റെ ബോഡിയിലുണ്ടായിരുന്ന സയന്റിഫിക് നിഞ്ച ടൂൾസ് അതെല്ലാം തന്നെ അവൾക്ക് നേരെ തെറിപ്പിച്ച് കളഞ്ഞ് അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ചക്ര പവർ അതില് ഒരു പവർ ക്രിയേറ്റ് ചെയ്ത് അവളെ ഒരു ഒറ്റ അടി. ആ ഒരു അടിയിൽ കംപ്ലീറ്റ് ആയിട്ടും തകർന്ന് തരിപ്പണമായി അവള് താഴേക്ക് വീഴുകയാണ്. അനാമാരുവാണെങ്കിൽ ഇപ്പോ ഡെങ്കി അവൻ ജെയ്റ്റ്സ് ആയിട്ട് അനൗൺസ് ചെയ്യും. അത് കേട്ട് മെറ്റലിയും ഇവാബയും അവർ സന്തോഷത്തിൽ തുള്ളിച്ചാടും. ഇവിടെ പപ്പയാണെങ്കിൽ ആ മാച്ച് കണ്ട് ഇപ്പൊ സന്തോഷത്തിൽ ആനന്ദ കണ്ണീരൊക്കെ പൊഴിക്കുകയാണ്. സുബാക്കിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പൊ അവളെ തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോവാണ്. സുബാക്കി പറയും ആക്ച്വലി അവൻ സയന്റിഫിക് നിഞ്ച ടൂള് അത് മാത്രമല്ല ഉപയോഗിച്ചത്. അവൻ അവന്റെ ബോഡിയിലെ പവറും നന്നായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് അവനെ കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞതെന്ന് പറയും. മെറ്റലിയും ഇവാബയും ഡെങ്കിയെ തൂക്കിയെടുത്ത് മുകളിലേക്ക് എറിഞ്ഞ് ചെയർ ചെയ്യുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. അതിനുശേഷം അവസാനമായിട്ട് ജയിച്ച 5 ജുനൈൻസിനെ അവരെ ഇപ്പൊ സ്റ്റേജിലേക്ക് വിളിച്ച് അനുമോദിക്കുകയാണ്. ബൊറൂട്ടോയും മീറ്റ്സുകയും സാറഡയെ നോക്കി കൈയൊക്കെ വീശി കാണിക്കും. സാറഡയ്ക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യം തോന്നും. കാരണം ഒരു വിജയം അത് ആഘോഷിക്കേണ്ടവരാണ്. പക്ഷെ അവരുടെ അശ്രദ്ധ കാരണം അവരെ കൊണ്ട് അതിന് സാധിച്ചില്ല. കട്ട് ചെയ്ത ഇവിടെ സുബാക്കിയെ കാണിക്കും. അവൾ അവളുടെ ഫ്രണ്ട്സിനോട് പറയും തീർച്ചയായിട്ടും ഞാനൊരു ചൊനിയനായതിനു ശേഷം മാത്രമേ എന്റെ ഗ്രാമത്തിലേക്ക് തിരികെ പോകൂ. അത് കേട്ട് അവളുടെ ടീംമേറ്റ്സിന് ഭയങ്കര ഹാപ്പി. അതേസമയം മറ്റൊരു ഭാഗത്ത് ഷെങ്കി അവനിപ്പോ തിരികെ അവന്റെ ഗ്രാമത്തിലേക്ക് പോവാണ്. സത്യത്തിൽ കവാക്കിയെ ഒബ്സർവ് ചെയ്യാനാണ് അവൻ ഇവിടേക്ക് വന്നത്. കവാക്കിയില് അൺയൂഷ്വൽ ആയിട്ട് ഒന്നും തന്നെ അവൻ കണ്ടിട്ടില്ല. മാത്രമല്ല നല്ലൊരു മാച്ച് കാണാൻ സാധിച്ചതിൽ അവനും നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ തിരികെ പോവും. അങ്ങനെ ഗ്രാമത്തിൽ ഓരോരുത്തരും വളരെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് പാർട്ടിയൊക്കെ കൊടുത്ത് അവരുടെ വിജയം എൻജോയ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് നറൂട്ടോ അവൻ കവാക്കിയോട് ഇപ്പൊ നടന്ന ചുനിയൻ എക്സാമിനെ കുറിച്ച് ചോദിക്കും. അതിനവൻ പറയും അത് കണ്ടപ്പോൾ എനിക്കും ചുനിയനാവാൻ ആഗ്രഹമൊക്കെ തോന്നി. സോ ഞാനും ഇനി മുതൽ ട്രെയിനിങ് എടുക്കുമെന്ന് പറയും. കട്ട് ചെയ്ത ഇപ്പൊ ബാറ്റിൽ ഗ്രൗണ്ട് കാണിക്കും. അവിടെ മീറ്റ്സുകയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ മീറ്റ്സുകയോട് പറയും നമുക്ക് ആ സമയം ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മളുടെ വിജയെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.